വെൽക്കം ടു താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ചെന്നൈയിൽ വെച്ച് ഫ്ലാറ്റിൻ്റെ 4ാം നിലയിൽ നിന്ന് പാരപ്പറ്റിൽ വീണ ഒരു കുഞ്ഞിനെ നാട്ടുകാരെല്ലാവരും അടുത്തുള്ള താമസക്കാരെല്ലാവരും ചേർന്ന് വിദഗ്ധമായി ആ കുഞ്ഞിനെ രക്ഷിച്ചതും നമ്മൾ ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ആ വീഡിയോ കണ്ട് വൈറലായി സന്തോഷിച്ചതാണ്. എന്നാൽ ഇന്നുള്ളത് ദുഃഖകരമായ ഒരു വാർത്തയാണ്. ആ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒരു കുഞ്ഞ് വീടിന്റെ മുകളിൽ 4ാമത്തെ നിലയിൽ പാരപ്പറ്റിൽ കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചിരിക്കുകയും അയ്യോ താഴേക്ക് വീഴോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോ കാണുമ്പോഴേ ടെൻഷൻ അടിച്ചിരിക്കുന്നതും അത് അടിയിൽ താഴത്തെ താമസക്കാരൻ കയറി അതുമായി കയറി കുഞ്ഞിനെ എടുക്കുന്നതും അടിയിൽ താഴെ ഒരുപാട് പേര് ഒരു വലിയൊരു ഇതൊക്കെ വിരിച്ച് അതിനെ താഴത്തേക്ക് വീഴാണെങ്കിൽ സംരക്ഷിക്കാൻ നിൽക്കുന്നതൊക്കെ കണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കുഞ്ഞിന്റെ അമ്മയുടെ അശ്രദ്ധ മൂലമാണ് ആ കുഞ്ഞിന് അത് സംഭവിച്ചത്. ആ സ്ത്രീ എന്ത് സ്ത്രീയാണ്, മോശം സ്ത്രീയാണ്, ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റിയില്ലേ, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ബാഡ് കമന്റ്സ് ഈ വീഡിയോ വൈറലായതോടെ വീഡിയോന്റെ താഴെ വന്നു. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെട്ടു. ആ അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് കൊച്ചിങ്ങനെ കുതിച്ച് ആ പ്രായല്ലേ വഴുതി വീണതാണ്. അങ്ങനെയാണ് ആ 4ാമത്തെ നിലയുടെ പാരപ്പറ്റിൽ വന്ന് കിടന്നത്. പക്ഷെ ആ അമ്മ നിലവിളിച്ച ആളുകളെ കൂട്ടിയാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞത്, എല്ലാവരും വന്നിട്ട്. എന്നിട്ടും സൈബർ ആക്രമണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കുഞ്ഞിനെ രക്ഷിച്ചിട്ടും എല്ലാം കഴിഞ്ഞിട്ടും അമ്മയുടെ അശ്രദ്ധയെ പറ്റി അതെന്ത് അമ്മയാണ്, അവരെന്താ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ആ അമ്മയെ അവഹേളിച്ച് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നു. ഒടുക്കം എന്ത് സംഭവിച്ചു നമുക്ക് കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അതീവ ദാരുണം എന്ന് പറയാവുന്ന വാർത്തയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫ്ളാറ്റിലെ 4ാം നിലയിലെ പാരപ്പറ്റിൽ വീണെങ്കിലും അയൽക്കാർ ചേർന്ന് രക്ഷപ്പെടുത്തിയ ഒരു കുഞ്ഞിന്റെ വീഡിയോ ഏറെ വൈറലായിരുന്നു. ചെന്നൈയിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് വീണിട്ടും അത്ഭുതകരമായാണ് കുഞ്ഞ് രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ വീഡിയോ ഏറെ വൈറലായി. വീഡിയോ കണ്ടവരെല്ലാം കുഞ്ഞിനെ അശ്രദ്ധമായി വീട്ടിൽ ഉപേക്ഷിച്ച അമ്മയെയും വീട്ടുകാരെയും കുറ്റം പറഞ്ഞും തെറി വിളിച്ചും കമന്റുകളുമായെത്തി. എന്നാൽ ആ വീഡിയോയും കമന്റുകളും എല്ലാം തന്നെ ആ കുഞ്ഞിന്റെ അമ്മയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് എത്തിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കോയമ്പത്തൂർ സ്വദേശിയായ വെങ്കടേഷിന്റെയും ഭാര്യ രമ്യയുടെയും 7 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് അപ്പാർട്ട്മെന്റിന്റെ 4ാം നിലയിൽ നിന്നും താഴേക്ക് വീണ സംഭവം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കഴിഞ്ഞ മാസം 28-നാണ് സംഭവം നടന്നത്. തിരുമുല്ല വയലിലുള്ള VGN സ്റ്റഫോർഡ് അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ ഭക്ഷണം കൊടുക്കുന്നതിനിടെ രമ്യയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് വഴുതി താഴേക്ക് വീഴുകയായിരുന്നു. 1ാം നിലയുടെ പാരപ്പറ്റിലെ തകിട് ഷീറ്റിൽ 15 മിനിറ്റിലേറെ തങ്ങി നിന്ന കുഞ്ഞിനെ രമ്യയുടെ കരച്ചിലും നിലവിളിയും കേട്ട് അയൽക്കാരാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. എന്നാൽ കുഞ്ഞ് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസം തീരും മുമ്പേ വീഡിയോ വൈറലാകുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ രമ്യ അവഹേളിക്കപ്പെടുകയും ചെയ്തു. അമ്മയുടെ അശ്രദ്ധ എന്ന രീതിയിൽ വലിയ സൈബർ ആക്രമണം രമ്യ നേരിട്ടു. ചില ബന്ധുക്കളും ഇക്കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തിയതോടെ രമ്യ മാനസികമായി തളർന്നിരുന്നു. ഇതോടെ കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ച് വിഷാദ രോഗത്തിലേക്ക് നീങ്ങി. കുറച്ചുനാളായി രമ്യ വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. ഭർത്താവിനും 2 മക്കൾക്കുമൊപ്പം രമ്യ 2 ആഴ്ച മുൻപ് മേട്ടുപ്പാളയം കാരമടയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരുന്നു. ശനിയാഴ്ച വൈകിട്ട് രമ്യയുടെ മാതാപിതാക്കളും വെങ്കടേഷും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയി. രമ്യ ഇവർക്കൊപ്പം പോയിരുന്നില്ല. വിവാഹത്തിന് പോയവർ തിരികെ എത്തിയപ്പോഴാണ് രമ്യയെ മരിച്ച നിലയിൽ കണ്ടത്. വെങ്കടേഷ് രമ്യ ദമ്പതികൾക്ക് അപകടത്തിൽപ്പെട്ട പെൺകുഞ്ഞിനെ കൂടാതെ 5 വയസ്സുള്ള ഒരു മകനുമുണ്ട്. രമ്യയുടെ മൃതശരീരം മേൽനടപടികൾക്കു ശേഷം മേട്ടുപ്പാളയം ആശുപത്രിയിൽ എത്തിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അപ്പോ ആ അമ്മ ആത്മഹത്യ ചെയ്യാനുണ്ടായത് കാരണം ഈ സോഷ്യൽ മീഡിയയോടെയുള്ള ഈ ഒരു ആക്രമണം, ആ അമ്മയുടെ അശ്രദ്ധ മൂലമല്ലേ ആ കുഞ്ഞ് വീണത്? അല്ലെങ്കിൽ എന്തമ്മയാണ്, അവർക്ക് എന്താ ശ്രദ്ധിക്കാൻ പാടില്ല, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, ഇത്തരത്തിലുള്ള പലതരത്തിൽ അത് നാട്ടുകാരാണെങ്കിലും
ബന്ധുക്കളിൽ പലരാണെങ്കിലും എല്ലാതും ഒരു മക്കളെ മനഃപൂർവ്വം കൊല്ലുന്ന അമ്മമാരൊക്കെ ഉണ്ട്. പക്ഷെ ആ അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് വഴുതി വീണതാണ്, മനഃപൂർവ്വം കളഞ്ഞതല്ല. ആ അമ്മ വാവിട്ട് നിലവിളിച്ചിട്ടാണ് അയൽക്കാരെ എല്ലാം ഓടി വരുത്തിച്ച് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. അതെങ്കിലും ഒന്ന് ഓർക്കണമായിരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായി അതിന്റെ പേരിൽ ആ അമ്മയെ ക്രൂശിക്കുക, മാനസികമായ അമ്മയെ ഒരുപാട് അത് തളർത്തി. അവരൊരു വിഷാദ രോഗിയായി മാറി ഒരുപാട് നാളത്തേക്ക്. താൻ കാരണം കുഞ്ഞിന് വന്നതെന്ന് എല്ലാവരും കുറ്റപ്പെടുന്നു, വീടിനകത്തുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും. താൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ ആ സ്ത്രീയുടെ ഉള്ളിലുണ്ടാക്കി. അങ്ങനെ ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. അതിന് കാരണം ഈ സമൂഹ മാധ്യമങ്ങളിലെ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേ വേണ്ട. നിങ്ങളുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് നിങ്ങളൊന്ന് വാവിട്ട് കരഞ്ഞ് എല്ലാവരും അറിയിച്ചത് കൊണ്ടാണ്. കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു പോസിറ്റീവ് അവിടെ സംഭവിച്ചു എന്നത് മാത്രം ആ സ്ത്രീ ഓർത്തിരുന്നെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ താങ്ങാവുന്നതിനപ്പുറമായുള്ള നെഗറ്റീവ്സ് ചിലവർക്ക് താങ്ങാൻ കഴിയില്ല. നെഗറ്റീവ്സിന്റെ വഴിക്ക് വിടുക. നെഗറ്റീവ് തോട്ടുള്ളവരാണ് ഈ നെഗറ്റീവുകൾ പുറത്തേക്ക് വിടുന്നത്. പോസിറ്റീവ് തോട്ടുള്ളവർ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായ രീതിയിൽ തന്നെ എടുക്കുക. അത് നമ്മളെ ഒന്നും ഏതൊക്കെ രീതിയിൽ നമ്മളെ അത് നെഗറ്റീവ്സ് അപ്രോച്ച് ചെയ്താലും നമ്മൾക്ക് അത് ഏൽക്കാൻ പാടില്ല. ഒരുപാട് പേരുണ്ട് മറ്റുള്ളവര് ആത്മഹത്യയുടെ വക്കിലെത്തിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നവർ. ഇതില് ഈ സൈബർ ആക്രമണങ്ങൾ ആ പെൺകുട്ടിയുടെ അമ്മയ്ക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് ഇട്ട എല്ലാവരും ആ അമ്മയുടെ മരണത്തിന് ഉത്തരവാദികളാണ്. ഒരു തരത്തിൽ പറഞ്ഞ ആത്മഹത്യ പ്രേരണയ്ക്ക് ഉത്തരവാദികൾ, കൊലയാളികൾ എന്ന് തന്നെ പറയാം. ആ 2 കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ അമ്മയില്ലാതായി, ആ ഒരു ഭർത്താവിന് ഭാര്യ ഇല്ലാതായി, ഈ മരിച്ച ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കൊരു മകളില്ലാതായി. ഇതിനെല്ലാം കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന കുറച്ച് മോശമായ നെഗറ്റീവ് കമന്റ്സ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ അവരൊന്ന് തകർക്കാൻ തളർത്താൻ എന്തെങ്കിലുമൊക്കെ പടച്ചു വിടാമെന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു ഡയലോഗ് കൊണ്ട് തളർന്നു പോകുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാ. ആ കുഞ്ഞിനെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതായിരുന്നു നമ്മളെല്ലാവരും. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ്സ് അതിൽ വന്നായിരുന്നു. പക്ഷെ ഒരുപാട് പേരും എന്തമ്മയാണ് അവരുടെ അശ്രദ്ധയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് അത് നന്നായി നേരിട്ടപ്പോൾ ആ പാവത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രം പറ്റിയ ഒരു മരണം. എന്താ അല്ലേ, ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ. ആരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിലോ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ ഒന്നുമുള്ള സൈബർ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ഇനിയുള്ള ആളുകളെങ്കിലും ശ്രമിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പോട്ടും ടോക്സ്. ബൈ.